പാലക്കാട്ട് ജനാധിപത്യം വേണ്ട എന്നാണ് ബി.ജെ.പിയുടെ തീരുമാനം. അതുപ്രകാരം വടക്കുംതല, മൂത്താന്തര തുടങ്ങിയ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ പാടില്ല എന്നാണ് ബി.ജെ.പി എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് വഴി തടയാനും അസഭ്യം പറയാനുമായിട്ട് കൗൺസിലർമാർ അടക്കമുള്ള വനിതാ നേതാക്കൾ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യിക്കുന്നത് സുരേന്ദ്രൻ വിഭാഗം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് പാലക്കാട്ടാണെങ്കിൽ പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന സി കൃഷ്ണകുമാറിൻ്റെ ടീമാണ് എന്നറിയുമ്പോഴാണ് ബി.ജെ.പിയുടെ ഒരു ഗതികേട് ആ മണ്ഡലത്തിൽ മനസ്സിലാകുന്നത്. ശോഭാ സുരേന്ദ്രന് കായംകുളം കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ പാലക്കാട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പണി കൊടുക്കുമെന്ന് കെ സുരേന്ദ്രൻ പണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞതായിട്ടാണ് വിവരം. അതാണിപ്പോൾ പാലക്കാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അല്പം മുന്നോട്ട് കുതിക്കുകയായിരുന്ന ശോഭാ സുരേന്ദ്രനെ അടിച്ചിരുത്താനുള്ളൊരു പദ്ധതിയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെ വഴി തടയുക എന്നുള്ളത്. അത് വളരെ ഭംഗിയായി സിന്ധു രാജൻ എന്ന കൗൺസിലറിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുകയും ശോഭയുടെ ഗ്രാഫ് മൂക്കും കുത്തി താഴെ വീഴുകയും ചെയ്തിരിക്കുന്നു പാലക്കാട്ട്. ഏതായാലും അപമാനിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുന്നണിയും ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. രമേഷ് പിഷാരടിയെ വടക്കുംതറയിൽ ബി.ജെ.പി പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയാണ്. സംഭവത്തിൽ ഇന്നലെ രാത്രി ബി.ജെ.പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലെ ബി.ജെ.പി അംഗം സിന്ധു രാജനാണ് ഒന്നാം പ്രതി. അവരെ ഒന്നാം പ്രതിയാക്കി 3 പേർക്കെതിരെയാണ് പാലക്കാട്ട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. എങ്കിലും കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സമീപിക്കാനിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം എന്താണ് ഇതിൽ എന്നറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്ഥാനാർത്ഥി പരിണത്തിനിടെ വടക്കുംതറയിൽ ബി.ജെ.പി പ്രവർത്തകർ രമേഷ് പിഷാരടിയെ തടഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും. ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. അങ്ങനെ കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നിരിക്കെ ഇത്രയും ആസൂത്രപരമായിട്ട് ചെയ്തത് ആര് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തുടക്കത്തിൽ മുന്നിൽ നിന്ന ശോഭാ സുരേന്ദ്രന് ഒരു പണി കൊടുക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അവരുടെ മുന്നേറ്റമാണ് ആദ്യം കാണാനായത്. നമുക്കറിയാം, നേമത്ത് രാജീവ് ചന്ദ്രശേഖരും പാലക്കാട്ട് ശോഭാ സുരേന്ദ്രനുമൊക്കെ ജയിച്ചു കയറിയാൽ ഈ കെ സുരേന്ദ്രൻ്റെയും സംഘത്തിൻ്റെയും അഡ്രസ്സ് കേരളത്തിലെ ബി.ജെ.പിയിൽ ഉണ്ടാകില്ല എന്നുറപ്പിച്ചതോടെയാണ് ശോഭയ്ക്ക് നല്ല പണി കൊടുക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 18,000 വോട്ടിന് മാങ്കൂട്ടത്തോട് തോറ്റു തൊപ്പിയിട്ട സി കൃഷ്ണകുമാർ ഇപ്പോൾ പാലക്കാട്ട് നിന്ന് സ്ഥലം വിട്ടു മലമ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പ്രവർത്തകരെയും കൃഷ്ണകുമാർ പാലക്കാട്ട് നിന്ന് മലമ്പുഴയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ടും ശോഭ ചില മുന്നേറ്റങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ കൊടുത്ത 8ൻ്റെ പണിയാണിത്. സമാനമാണ് കാസർഗോഡ് മണ്ഡലത്തിലും എന്നാണ് അറിയുന്നത്. അവിടെ മത്സരിക്കുന്ന എം.എൽ. അശ്വിനിക്കും സുരേന്ദ്രൻ്റെ സംഘം പാരവെപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഏതായാലും ബി.ജെ.പി ഒരു നാറ്റക്കേസിലുമായി, കൗൺസിലർക്ക് കേസുമായി. പക്ഷേ ശോഭ തോൽക്കണമെന്നൊരു പദ്ധതി അത് ലക്ഷ്യത്തിലെത്തുകയാണ് പാലക്കാട്ട്.